CPIM പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തിൽ പോലീസിനെതിരെ വിമർശനം. പത്തനംതിട്ടയിലെ പോലീസ് സ്റ്റേഷനിൽ CPIM കാരൻ എങ്കിൽ ലോക്കപ്പും BJP കാരനെങ്കിൽ തലോടലും ഉറപ്പ് എന്നായിരുന്നു പ്രതിനിധികൾ വിമർശനം ഉന്നയിച്ചത്. G സുധാകരനും EP ജയരാജനും എതിരെ വിമർശനമുണ്ടായി. വിശ്രമ ജീവിതത്തിൽ ശ്രദ്ധ കിട്ടാൻ വായിൽ തോന്നുന്നത് പറയുന്ന G സുധാകരനെ നിയന്ത്രിക്കണം. EP ജയരാജൻ പ്രകാശ് ജാവ്ദേക്കറെ കണ്ടതിനേക്കാൾ ദല്ലാൽ നന്ദകുമാറുമായുള്ള ബന്ധമാണ് പ്രശ്നമെന്നും പ്രതിനിധികൾ വിമർശനം ഉന്നയിച്ചു. ശശിനാരായണൻ ആണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. ശശി, എന്തൊക്കെ വിഷയങ്ങൾ ആണ് പ്രതിനിധികൾ ഉന്നയിച്ചത്? അഭിലാഷെ, റിപ്പോർട്ടറുമായുള്ള ചർച്ച ഇപ്പോഴും തുടരുകയാണ്. വലിയ വിമർശനങ്ങൾ CPM സമ്മേളനവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നു. അത് പ്രധാനമായും G സുധാകരനെതിരെ ഒരു വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. വിശ്രമ ജീവിതത്തിൽ ശ്രദ്ധ കിട്ടാൻ വേണ്ടി സുധാകരൻ പറയുന്ന കാര്യങ്ങൾ നിയന്ത്രിക്കണമെന്നൊരു ആവശ്യം കൂടി പ്രതിനിധികൾ വിമർശനമായി ഉന്നയിച്ചിട്ടുണ്ട്. ഒപ്പം പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിൽ എത്തുന്ന CPM-കാർക്ക് ലോക്കപ്പും ഒപ്പം BJP-യുടെ ആളുകൾക്ക് RSS BJP-യുടെ ആളുകൾ എത്തിയാൽ അവർക്ക് തലോടലുമാണ് ലഭിക്കുന്നത്. പോലീസിനെയും പരോക്ഷമായി വിമർശിച്ചുകൊണ്ട് ഒരു വിമർശനം കൂടി ഉണ്ടായിട്ടുണ്ട്. തുടർച്ചയായി പിരിവുകൾ രാജ്യ സെക്രട്ടറിമാർക്ക് സാമ്പത്തിക ബാധ്യതകൾ ഉണ്ടാക്കുന്നതായി പറയുന്നു. ഒപ്പം EP ജയരാജൻ പ്രകാശ് ജാവ്ദേക്കറെ കണ്ടതിനേക്കാൾ ഏറെ പ്രശ്നമുള്ള കാര്യമായി ചൂണ്ടിക്കാണിക്കുന്നത് ദല്ലാൽ നന്ദകുമാറുമായുള്ള EP-യുടെ ബന്ധം. അത് രൂക്ഷമായി വിമർശനം ഉന്നയിച്ചു. എന്തുകൊണ്ടാണ് ഒരു സാഹചര്യം ഉണ്ടാവുന്നത് എന്ന കാര്യം കൂടി പ്രതിനിധികൾ ചോദിക്കുന്നു. ഒപ്പം BJP-യിൽ നിന്ന് പാർട്ടിയിലേക്ക് വരുന്നവരുടെ പശ്ചാത്തലം പരിശോധിക്കാതെയാണ് പലരെയും പാർട്ടിയിൽ എടുക്കുന്നത്. ഇത് ജില്ലാ കമ്മിറ്റി ഏകപക്ഷമായ നിലപാടാണ് സ്വീകരിക്കുന്നത്. ഇത്തരം കാര്യങ്ങൾ ഈ നിലപാട് ശരിയല്ല. നേതൃത്വത്തെ സംബന്ധിച്ച കാര്യത്തിൽ ഇടപെടണമെന്ന കാര്യം കൂടി പ്രതിനിധികൾ വിമർശനമായി ഉന്നയിക്കുന്നുണ്ട്. KDM നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് വലിയ വിമർശനങ്ങൾ ഇന്നലെ ഉണ്ടായി. സമാനമായി ഇന്നും അത്തരം കാര്യങ്ങൾ ചില പ്രതിനിധികൾ ഉന്നയിക്കുന്നത് ജില്ലാ കമ്മിറ്റി എടുത്ത തീരുമാനം ശരിയായ നിലപാടാണ്. പക്ഷേ കണ്ണൂറും പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി തമ്മിലുള്ള ചില പ്രശ്നങ്ങൾ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ, അത് പരിഹരിക്കുന്നതിന് വേണ്ടി സംസ്ഥാന നേതൃത്വം ഇടപെട്ടിട്ടില്ല. അത് കാര്യമായി സംസ്ഥാന നേതൃത്വം ആ കാര്യം പരിഹരിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള വിമർശനം കൂടിയുണ്ട്. പത്തനംതിട്ടയിലെ ചില നേതാക്കളെ സംബന്ധിച്ചുള്ള ചില വിമർശനങ്ങൾ ഉന്നയിച്ചത് പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കി എന്ന കാര്യം കൂടി പറയുന്നത്. പോലീസിനെതിരെ ഇത്തരത്തിലൊരു വിമർശനം കൂടി ഈ ജില്ലാ സമ്മേളനത്തിൽ ഉന്നയിക്കുന്നുണ്ട്. വിമർശനം ഉയരുന്നുണ്ട്. ഇനിയും ചർച്ച വൈകുന്നേരം 4 വരെ നടക്കും. ചർച്ച തുടരുകയാണ്. അഭിലാഷ്, വിശദാംശങ്ങളാണ് ശശിനാരായണൻ നൽകിയത്.